ശേടാ, ഞാൻ കോട എടുത്തില്ലല്ലോ. നല്ല മഴയ്ക്കുള്ള സാധ്യത ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാ പകുതിക്ക് വെച്ച് എന്തായാലും ഞാൻ കുടുങ്ങും. പക്ഷെ ഇത്രയും സമയമായില്ലേ, എന്തായാലും വേണ്ടില്ല, പോവാ. എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പോവാഞ്ഞത്. വൃത്തികെട്ട മഴ. അയ്യോ, ഇനി ഞാൻ ലേറ്റ് ആവുമല്ലോ. വീട്ടിൽ പോയ ഇനി അമ്മേൻ്റെ അടുത്ത് നല്ല ചീത്തയേക്കാം. അമ്മ രാവിലെ പറഞ്ഞതാ കൊടയെടുത്തോന്ന്. ഞാൻ കേട്ടില്ല. നിന്റെ പൊന്നു മഴയൊന്ന് കുറയും. ഇത് അവളല്ലേ? ഇതാരാ? ഹായ്. ഹായ്. ചിന്മയല്ലേ? ആണല്ലോ. എന്നെങ്ങനെ അറിയാ? അതൊക്കെ അറിയാം. ഹായ്, ഞാൻ നിവാൻ. ഹായ്. എന്നെ അറിയോ? ഇല്ല. ഞാൻ ഇയാളെ സീനിയറാ. ആണോ? എന്തു പറ്റി? വീട്ടിൽ പോയില്ലേ? അല്ല, മഴ ആയതുകൊണ്ട് കേറിയുന്നതാ. കൊടയില്ല. കൊടല്ലേ? ഇന്നത് കൊണ്ടുപോയിക്കോ. അയ്യോ വേണ്ട, ചേട്ടൻ പോയിക്കോ. കുഴപ്പമില്ല, നീ കൊണ്ടുപോയിക്കോ. എനിക്കെന്തായാലും ഇവിടെ ക്യാമ്പാ. നാളെ കൊണ്ടു തന്നാ മതി. ഉറപ്പാണോ? ആന്നേ, നേരത്തെ വീട്ടിലെത്താൻ നോക്ക്. നല്ല മഴ വരുന്നുണ്ട്. ഓക്കെ. ഇന്ന അത് കൊണ്ടുപോയിക്കോ. താങ്ക്സ് ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല. ഹായ്. ഇതാര്? എന്താ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നേ? ഫ്രണ്ട്സ് ഒന്നുമില്ലേ? അവരൊക്കെ ഇന്ന് ലീവാ, അതാ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചേ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ? ഇരുന്നോ. ചേട്ടന്റെ വീട്ടിലെന്നും ബ്രെഡാണോ? എന്റെ വീട്ടിൽ ആരും അങ്ങനെ ഒന്നും ഉണ്ടാക്കാനില്ലടാ. അതെന്താ? അപ്പൊ അമ്മയച്ഛനൊക്കെ? അമ്മയച്ഛനും എന്ന് പറയാൻ എനിക്കാരും ഇല്ലല്ലോ. അച്ഛനും അമ്മയ്ക്ക് എന്ത് പറ്റി? അതൊന്നുമില്ല. അത് 2 വർഷം മുന്നേ ഉള്ള കാര്യ. എന്താന്ന് പറ. അച്ഛനും അമ്മ ഇല്ല, അത്ര തന്നെ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അല്ല, അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല, അനിയനുണ്ട്. നിന്റെ സെയിം ഏജാ. ആണോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാ പറഞ്ഞതേ. കുഴപ്പമില്ല, ഈ ഫുഡ് കഴിക്കും. നമ്മളിത്ര കമ്പനിയാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാനും വിചാരിച്ചില്ല. അല്ല, നാളെ ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ വരില്ലേ? വരുമല്ലോ. അല്ല, അപ്പൊ നമ്മക്ക് ഈ കമ്പനി ഉണ്ടാവില്ലല്ലോ. അതെന്താ? അവരുണ്ടെങ്കി ഇപ്പൊ എന്താ പ്രശ്നം? അവർക്കൊന്നും എന്നെ അറിയില്ലല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതിനെന്താ, അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താ പോരെ? നമ്മളിത്ര കമ്പനി ആയില്ലേ, അപ്പൊ നീ അവരെയും കൂടി പരിചയപ്പെട്. ആഗ്രഹമുണ്ട്. ഞാൻ നാളെ പരിചയപ്പെടുത്തി തരാട്ടോ. എന്നാ ഞാൻ പോട്ടെ, ലേറ്റ് ആയ പ്രശ്നാ. എന്നാ പോയിക്കോ. പിന്നെ ചിന്മയാ? എന്തിനാ എന്റെ ഫുൾ നെയിം ഒക്കെ വിളിക്കുന്നേ? ചിന്നൂന്ന് വിളിച്ചാ മതി. അങ്ങനെ വിളിക്കുന്നോണ്ട് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? നമ്മളെന്തായാലും ഇത്ര ഫ്രണ്ട്സ് ആയില്ലേ. എന്നാ ചിന്നു, നിന്റെ നമ്പർ ഒന്ന് തരുമോ? നമ്പർ എന്തിനാ? അല്ല, വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആവാലോ. ഞാൻ തരാലോ, അതിനെന്താ. എന്നാ ഞാൻ പോട്ടെട്ടോ, സമയം കൊറേ ആയി. ഓക്കെ, ഞാൻ വിളിക്കാട്ടോ. ശരി. അങ്ങനെ സീനിയേഴ്സിൽ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അമ്മ എങ്ങനെ കണ്ടുവരണം, പിന്നെ എന്നെ കൊന്നിട്ടാ മടങ്ങും. ചേടാ, ഈ ബുക്ക് ഇതെവിടെ പോയി? ഞാൻ നോക്കുമ്പോ മാത്രം കാണരുത്. എന്താണ് മാഡം? ചേട്ടനാ? നീ എന്താ ഇത്ര കഷ്ടപ്പെട്ട് തരുന്നേ? ഒരു എൻസൈക്ലോപീഡിയ കിട്ടുന്നേ ഇല്ല. ഞാൻ എത്ര നേരം തരുന്നറിയോ? എൻസൈക്ലോപീഡിയ അത്ര താഴെയാണോ വെക്കുക? അല്ലേ? അല്ല, അതൊക്കെ ഏറ്റവും മേലെ വെക്കുക. വെറുതെ അല്ല ഞാൻ നോക്കിട്ട് കിട്ടാഞ്ഞത്. അല്ല, സാറെന്താ ഇവിടെ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, പൊതുവെ ഈ ഭാഗത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? അത്രയ്ക്കും കൂടി താഴ്ത്തിക്കിട്ടല്ലേ? അതിന്റെ മേലേക്ക് കൊണ്ടുവച്ച ഞാൻ എങ്ങനെ എടുക്കും? ഞാൻ എടുത്തു തന്നാ മതിയോ? ഞാൻ പോട്ടെ. അല്ല, അപ്പൊ ഇത് വേണ്ടേ? കുഴപ്പമില്ല, ഞാൻ പിന്നെ ഒന്ന് വാങ്ങാം. ശരി. ഈ ബസ്സിനൊക്കെ ഒന്ന് നേരത്തെ വന്നൂടെ? ഇന്ന് ലേറ്റ്. എടാ, അത് നമ്മളെ സ്കൂളിൽ പഠിക്കുന്നതല്ലേ? അതെടാ. ഒന്ന് പോയി മുട്ടി നോക്കിയാലോ? നീ പോടാ മച്ചാ. എന്നെയാണോ? ഇവരേതാ? മൈൻഡ് ചെയ്യണ്ട. മൈൻഡ് തരുന്നില്ലല്ലോ. ചേടാ, എന്തിയമാർക്ക് വേണ്ടത്? എന്താ നിനക്കെന്താ മൈൻഡ് ചെയ്യാൻ ഇത്ര പാട്? മുടുന്നേ. എന്താ? കൊള്ളാലോ. താങ്ക് യു. ഓവർ അഹങ്കാരം ഞങ്ങളടുത്തേക്ക് എടുക്കല്ലേ.
കൊന്നുകളയും. എന്താടി നിന്റെ പേര്? പറയാ സൗകര്യമില്ല. ഡിഡി ഞാൻ പറഞ്ഞ ഓവർ അഹങ്കാരം വേണ്ടാന്ന്. ചെറിയ കുട്ടിയാ, നിലത്ത് നിന്നാ മതി. ഞാൻ നിലത്ത് തന്നെയാണല്ലോ നിൽക്കുന്നേ, പിന്നെ ആകാശത്തായിരിക്കും നിൽക്കാൻ പറ്റുമോ? മൊട്ടത്തലേ. ഇടീ നിന്നെ ഞാൻ. നീ എന്ത് ചെയ്യും? ഞാൻ എന്തും ചെയ്യും. ചേട്ടൻ എന്തിവിടെ? ചിന്നു നീ വീട്ടിൽ പോവാൻ നോക്ക്. അല്ല ഇവന്മാര്. ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം, നീ വീട്ടിൽ പോവാൻ നോക്ക്. ശരി. നീ ആരാടാ? അവളെ രക്ഷകനോ? എന്തിനാ മോനെ നീ ചോദിച്ചു വാങ്ങുന്നേ? അവളെ എന്റെ പെണ്ണാ. അവളെ മേലെങ്ങാനും കൈവച്ചോണ്ടല്ലോ. നീ പോടാ ഇവിടുന്ന്. പീക്കിരി ചെക്കൻ. പീക്കിരി ചെക്കനാണോന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓ എവിടെടാ? എടാ ഒന്ന് സമാധാനപ്പെടടാ, ഇപ്പൊ വരും. ഈവൻ ഇത് അവിടെ പരിപാടി തുടങ്ങിണ്ടാവോടാ. ആ വന്ന്. നീ വന്നോ? ഞാൻ പോവാട്ടോ. എന്നാ നീ പൊയ്ക്കോ, ഞാൻ അവളെ കൂടെ വന്നോളാം. ആ ഓക്കെ. ചേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നോ? പിന്നെ അല്ലാതെ. സോറി ട്ടോ ഞാൻ ലേറ്റ് ആയതിന്. ഡാൻസിന്റെ ടീച്ചർ ഇപ്പഴാ വരാൻ പറഞ്ഞേ. അത് കുഴപ്പമില്ല, നീ വാ. അവിടെ പരിപാടിയൊക്കെ തുടങ്ങിണ്ടാവും. ചേട്ടൻ പോയിക്കോ, ഞാനിവിടെ ക്ലാസ്സിലേക്കാ. ഇനിയിപ്പോ കോസ്റ്റ്യൂം ഒക്കെ ഇടണ്ടേ? ഞാൻ വരണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഡാൻസ് കാണാൻ ഉണ്ടാവണേ. ഞാൻ ഫ്രണ്ട് തന്നെ ഉണ്ടാവും, പോരെ? വീഡിയോ എടുത്തേക്കണം കേട്ടോ, എനിക്ക് സെൻഡ് ചെയ്തേരെ. ഞാൻ വീഡിയോ എടുക്കൂല കേട്ടോ. അതെന്താ? എനിക്ക് കാണണ്ടേ. ഞാൻ വേണേ ഫ്രണ്ട്സിനോട് ആരുടെയും പറയാം. എന്നാലും മതി. ഓക്കെ നീ ഇന്ന് അങ്ങോട്ട് പൊയ്ക്കോട്ടോ. എന്റെ ആവശ്യം വിളിച്ചോ. ആ ഓക്കെ. എടാ ഇവിടെ നിന്നാ നല്ല കറക്റ്റ് വ്യൂ ആയിരിക്കും. ഓ താങ്ക്സ് എടാ മുത്തേ. താങ്ക്സ് ഒന്നും വേണ്ട, നാളെ മോൻ എന്തേ വാങ്ങി തന്നാ മതി. അതൊക്കെ വാങ്ങിത്തരാം. ഇനി അവളെ ഡാൻസ് തുടങ്ങുന്നവരെ ഞാൻ ഇവിടെ നിക്കണം. എടാ വെൽക്കം ഡാൻസ് ആടാ, വേഗം തുടങ്ങും. ആ എന്നാ കുഴപ്പമില്ല. ദേ കർട്ടൻ താത്തി തുടങ്ങാനായിന്നാ തോന്നുന്നേ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത്? ആയി ശരി, ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊഴപ്പില്ല. കൊഴപ്പില്ലാന്നോ? അപ്പൊ രസമില്ലേന്നല്ലേ? ഓ വെറുതെ പറഞ്ഞതാണ്. അടിപൊളിയേനു. എന്ത് പറ്റി? മുഖത്തൊരു മൂഡ് ഓഫ്. ടീച്ചേഴ്സിന് എടുത്തത് എന്തെങ്കിലും ചീത്ത കേട്ടോ? എനിക്ക് ചീത്തയൊന്നും കേട്ടിട്ടില്ല. പിന്നെന്താണ്? നാളെ നമ്മളെ ലാസ്റ്റ് ഡേ അല്ലേ? അതിനെന്താ? അല്ല നീ സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെയാണോ പഠിക്കുന്നേ? എനിക്ക് ഈ സ്കൂൾ മടുത്ത്. മിക്കവാറും ഞാൻ അബ്രോഡ് പോകാനാണ് ചാൻസ്. എന്തേ? അല്ല അപ്പൊ നമ്മൾ ഈ കമ്പനി. അത് നീ വിട്, നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? എവിടെ? ഇന്ന് ക്യാൻറ്റീൻ ഒന്നും ഓപ്പൺ അല്ലല്ലോ. പുറത്തു പോവാം. ഞാനൊന്നുമില്ല, വീട്ടിലാരെയും കണ്ടാണ്ടല്ലോ. ആരും നിന്നെ കാണൂല, നീ എന്റെ കൂടെ വന്നാ മതി. ഞാൻ വരില്ല, ഇവിടെ എവിടെയെങ്കിലും കുഴപ്പമില്ല. ഇങ്ങോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാ മാഡം കഴിക്കുവോ? അത് വേണാലേക്കാം. എന്നാലേ ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം, നീ ഇവിടെ ഇരി. എന്തിനാ? വേണ്ട, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. എനിക്കിപ്പോ വിശക്കുന്നില്ല. ഉറപ്പാണോ? എന്നാ കുഴപ്പമില്ല, പറ. എന്ത് പറയാൻ? നീയല്ലേ പറഞ്ഞ സംസാരിക്കാന്ന്, പറ. ഞാൻ എന്ത് പറയാനാ? ചേട്ടൻ പറ. പറയട്ടെ? പറഞ്ഞോ. ഇന്നില്ലേ നിന്നെ കാണാൻ. എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാനാ, ബ്യൂട്ടിഫുൾ ആയി പോയില്ലേ? കൊള്ളാലോ. ഇതാണോ പറയാനുള്ളത്? ഇത് മാത്രല്ല, കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നാളെ പറയാം. അതെന്തിനാ നാളെ ആക്കുന്നേ? ഇന്നങ്ങ് പറഞ്ഞൂടെ? ഇന്ന് പറഞ്ഞാ ആ സസ്പെൻസ് പോവും, അതുകൊണ്ട് നാളെ പറയാം. പിന്നെ ചിന്നു, എനിക്കൊരു പ്രോമിസ് തരുമോ? എന്ത് പ്രോമിസ്? നമ്മൾ ഈ കമ്പനി ഒരിക്കലും പിരിയൂലെന്നുള്ളത്. അതിപ്പോ എങ്ങനെ പറയാൻ പറ്റുക? നമ്മൾ ഈ കമ്പനി ഇല്ലെങ്കിലും ഞാൻ ചേട്ടനെ ഓർക്കും. ശരിക്കും? അതെ. എന്നാ അങ്ങനെ മതി. എന്റെ ഈശ്വരാ, എല്ലാം നന്നായി തന്നെ നടക്കണേ. ചിന്നു എടിന്ന കാണാട്ടോ. ഓക്കെ. എവിടെയായിരുന്നു? ഞാൻ എത്ര തെരഞ്ഞെന്നറിയോ? അത് എക്സാം എഴുതി കഴിയാൻ കുറച്ച് ലേറ്റ് ആയി, അതാ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊഴപ്പില്ല, പാസ്സാവായിരിക്കും. നിനക്കോ? അടിപൊളിയായിരുന്നു, ഞാൻ എല്ലാം എഴുതി. ആഹാ കൊള്ളാലോ. അല്ല, ഇന്നലെ പറയാൻ വെച്ച കാര്യം ഒന്ന് വേഗം പറയോ? ആ കാര്യം അല്ലേ? ഒന്ന് പറയടോ, എത്ര നേരായി? അത് ചിന്നു, അങ്ങനെ ആരും കേൾക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് സംസാരിക്കാം, വാ. വാ. പറ. അത് ഒന്ന് വേഗം പറ.
ടീച്ചേഴ്സിനൊക്കെ കാണണം പോകുന്നതിന് മുന്നേ. അത് പിന്നെ ചിന്നു, എന്തു പറ്റി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ പറ. ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറ. എനിക്കൊരു പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടാ. ശരിക്കോ? ആരാ ആരാ? എടാ കൊച്ചു കള്ള, എന്നിട്ടാണോ എന്നോട് പറയാഞ്ഞേ? പറ. അത് ആരാന്ന് വെച്ചാ. ഒന്ന് പറയടോ. ഇത് കേട്ടാ നീ എന്നോട് ദേഷ്യം പിടിക്കൊന്നും ചെയ്യരുത്. ഞാൻ എന്തിനാ ദേഷ്യം പിടിക്കുന്നേ? നല്ല കാര്യല്ലേ, ഒന്ന് പറ. അത് ആ പെൺകുട്ടി ആരാന്ന് വെച്ചാ. ആരാ? നീയാ. ഞാനോ? അതെ. നിനക്കും എന്നെ ഇഷ്ടാണോ? ഞാനങ്ങനെയൊന്നും. അല്ല, പറ. എനിക്കറിയാം, എന്നാലും. ഞാൻ ചേട്ടൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നീ എന്താ ചിന്ന പറയുന്നേ? കാര്യായിട്ടാ പറയുന്നേ. എനിക്ക് അങ്ങനൊരു ഫീലിംഗ് ഇല്ല. നീ ശരിക്കും കാര്യമായിട്ട് തന്നെയാണോ പറയുന്നേ? സോറി ചേട്ടാ, എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് പഠിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാ വെറുതെ? ഇപ്പൊ ഇതിനുള്ള ടൈമൊന്നും അല്ലല്ലോ. നീ എന്താ പറയുന്നേ? ഇപ്പൊ എന്താ പ്രേമിച്ചൂടെ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പഠിക്കണം. എനിക്ക് എന്റെ വീട്ടുകാരെ നല്ലോണം നോക്കണം. എനിക്ക് അതൊക്കെ എന്റെ പ്ലാൻ. അല്ലാതെ. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ചേട്ടനെ എന്റെ നല്ലൊരു ഫ്രണ്ടായിട്ടേ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിനക്കെന്നത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ മനുഷ്യന് കുറച്ച് ഹോപ്പ് വരാൻ? അപ്പൊ ഇത്രയും കാലം നമ്മള് ഫ്രണ്ട്സ് ആയി നടന്നതൊക്കെ? എനിക്ക് നീ ഒരു ഫ്രണ്ട് ആയിരുന്നില്ല, അതിലും മേലെ വേറെ എന്തോ ആയിരുന്നു. ഇപ്പൊ സമാധാനായി, എല്ലാം കേട്ടല്ലോ. അല്ലേലും അങ്ങനെയാ, ചില സത്യങ്ങൾ അറിയുമ്പോ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ ഒറ്റ ഒന്നിനെ വിശ്വസിക്കാൻ പറ്റൂല. മനുഷ്യന്മാർക്ക് ഓരോന്ന് ഹോപ്പ് വന്നിട്ട് പോയിക്കോളും. ഞാൻ എന്തോ ഹോപ്പ് നിൽക്കുക? വെറുതെ ഓരോന്ന് പറയല്ലേ. ഓ, നീ പറയുന്നതൊക്കെ വലിയ സത്യമാണല്ലോ. പോയ എനിക്ക് നിന്നെ ഇനി കാണണ്ട. അപ്പോ ഞാൻ ചെയ്തതാണോ തെറ്റ്? ഞാൻ ഹോപ്പ് കൊടുത്തിട്ടുണ്ടാവോ? ഫ്രണ്ട്സ് ആവണ്ടായിരുന്നു. പോയി സംസാരിക്കണോ? വേണ്ട, വീട്ടിൽ പോവാം. അവളെന്നെ റിജക്റ്റ് ചെയ്തല്ലേ? നിനക്കുള്ള പണി ഞാൻ തരാം. ഇനി നിന്നെ വേറെ ഒരു ചെക്കനും നോക്കരുത്. അങ്ങനെ ഒരു ചെക്കനും കിട്ടാതെ നീ എന്റെ അടുത്തേക്ക് തന്നെ വരണം. കാണിച്ചു തരാം. ഫ്രണ്ടിലൂടെ കയറുന്നത് അത്ര ബുദ്ധിയല്ല, ബാക്കിലൂടെ കയറാം. ഇതിന്റെ ബാക്ക് എവിടെയാണാവോ? ഇനി ബാൽക്കണി വഴി കയറാം. അതാവുമ്പോ ആരും അറിയില്ല. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ വീടുണ്ടാക്കി വെച്ചോളൂ. ഇവളച്ഛനും വല്ല ചെറിയ വീടും വെച്ചാ പറയാണ്. എന്റെ കയ്യും പോയി. ഹാ, എന്ത് സുഖത്തിലാ ഉറങ്ങുന്ന. നീ എന്താ മോളെ വിചാരിച്ചേ? നീ റിജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു മൂലയില് മോങ്ങിയിരിക്കുന്നോ? കാണിച്ചു തരാം. മോളെ, ചേട്ടനെ എനിക്ക് നല്ലൊരു അടിപൊളി ഹെയർ സ്റ്റൈൽ ചെയ്തു തരാം. ഇനി വേറൊരു ചെക്കനും നിന്റെ മുഖത്ത് നോക്കരുത്. ഇപ്പൊ എന്തൊരു രസം. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും, കേട്ടല്ലോ. ഓരോ സ്വപ്നം മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഇതെന്താ എന്റെ മുടിക്കെന്ന് പറ്റി? ഇന്നലെ രാത്രി വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാരെങ്ങനെ ചെയ്തേ? ഞാൻ അമ്മേനോട് എന്ത് പറയും? എല്ലാരും എന്നല്ലേ സംശയിക്കുള്ളൂ. ഇതെന്താ സംഭവം? എന്തൊരു മെസ്സേജ്? നിവാൻ ചേട്ടനാണല്ലോ. അപ്പൊ ഇത് ഇവന്റെ പണിയായിരുന്നല്ലേ? എന്തിനായിരുന്നു?